നമസ്കാരം. സൈബർ സുരക്ഷയെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാമല്ലേ? ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒക്കെ ഒരുപാട് സീരിയസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെയൊക്കെ ഈ ഡിജിറ്റൽ ലോകം ശരിക്കും എത്രത്തോളം സുരക്ഷിതമാണ്? കാരണം നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന ഓരോരോ കാര്യത്തിനും അവിടെ നമ്മുടെ ഒരു അടയാളം പതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എത്രത്തോളം സേഫാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ആരും കാണരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ, ഇതെല്ലാം നമ്മുടെ വിലപ്പെട്ട ഒരുപാട് പേഴ്സണൽ വിവരങ്ങൾ ഇന്ന് ഡിജിറ്റൽ രൂപത്തിലാണല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ അറ്റാക്ക് നടത്തുന്നവരുടെ പ്രധാന നോട്ടവും ഈ വിവരങ്ങൾ തന്നെയാണ്. അപ്പോ ഇത് വെറും നമ്മുടെ പേഴ്സണൽ വിവരങ്ങളുടെ മാത്രം ഒരു കാര്യമല്ല. കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിൽ ചിന്തിച്ചാൽ ആശുപത്രികൾ, നമ്മുടെയൊക്കെ വീടുകളിലേക്ക് കറണ്ട് എത്തിക്കുന്ന പവർ ഗ്രിഡുകൾ, ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്, ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ തന്നെ നെടും തൂണുകളായ അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കുന്നതിലും സൈബർ സെക്യൂരിറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? നമ്മുടെ ഇന്നത്തെ ജീവിതം, അത് ബിസിനസ് ആയാലും ശരി, ഗവൺമെന്റ് സേവനങ്ങളായാലും ശരി, പുതിയ ടെക്നോളജികളായാലും ശരി, ഇതെല്ലാം നിലനിന്ന് പോകുന്നത് തന്നെ ഡിജിറ്റൽ സുരക്ഷ എന്ന ഒരൊറ്റ കാര്യത്തിനെ ആശ്രയിച്ചാണ്. ഇതിനെയാണ് നമ്മൾ നമ്മുടെ ഡിജിറ്റൽ ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. അതായത് സൈബർ സുരക്ഷ ഒരു ശല്യമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അല്ല, അത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. അപ്പോ എന്താണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറയാം. നമ്മുടെ കമ്പ്യൂട്ടറുകൾ, നെറ്റ്വർക്കുകൾ, നമ്മുടെ ഡേറ്റ, അങ്ങനെ എല്ലാ ഡിജിറ്റൽ സിസ്റ്റങ്ങളെയും അനുവാദമില്ലാതെ ആരും അതിൽ കയറിയൊന്നും ചെയ്യാതിരിക്കാനും അറ്റാക്കുകളിൽ നിന്നും മറ്റു കേടുപാടുകളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടാണ് സൈബർ സെക്യൂരിറ്റി. നമ്മുടെ ഡിജിറ്റൽ വിശ്വാസത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു 3 പ്രധാന തൂണുകളുണ്ട്. ഒന്ന്, കോൺഫിഡൻഷ്യാലിറ്റി, അതായത് നമ്മുടെ വിവരങ്ങളൊക്കെ സ്വകാര്യമായിട്ട് തന്നെ സൂക്ഷിക്കുക. 2, ഇന്റഗ്രിറ്റി, നമ്മൾ സ്റ്റോർ ചെയ്ത ഡേറ്റയൊന്നും ആരും മാറ്റം വരുത്തിയിട്ടില്ല, അത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നത്. പിന്നെ 3-മത്തേത് അവൈലബിലിറ്റി, നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ ഈ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടണം. അപ്പോൾ ഈ സൈബർ സുരക്ഷ എന്ന് പറയുന്നത് ഒരൊറ്റ സംഭവമല്ല, അതൊരു വലിയ ടൂൾ കിറ്റ് പോലെയാണെന്ന് വിചാരിച്ചോ. അതിൽ ഒരുപാട് ടൂൾസും ടെക്നിക്കുകളുമൊക്കെയുണ്ട്. നമുക്ക് ആ ടൂൾ കിറ്റ് ഒന്ന് തുറന്നു നോക്കാം. ഈ സംരക്ഷണത്തിന് എന്തൊക്കെ ലെയറുകളാണുള്ളതെന്ന് കാണാം. നോക്കൂ, ഇതിൽ ഓരോന്നിനും അതിൻ്റെതായ സ്പെഷ്യൽ പണിയുണ്ട്. ഉദാഹരണത്തിന് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോട്ടയുടെ ഗേറ്റിൽ നിൽക്കുന്ന കാവൽക്കാരനെ പോലെയാണ്. ഇനി എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ആണെങ്കിലോ, അത് നിങ്ങളുടെ ലാപ്ടോപ്പിനും ഫോണിനുമൊക്കെയുള്ള ഒരു ലോക്ക് പോലെയും. ക്ലൗഡ് സെക്യൂരിറ്റി നമ്മുടെ ഓൺലൈനായി സൂക്ഷിക്കുന്ന ഫയലുകളെ സംരക്ഷിക്കുന്നു. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ജോലിയുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പ്രതിരോധത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. പക്ഷേ നമ്മൾ ആരിൽ നിന്നാണ് ഈ പ്രതിരോധിക്കുന്നത്? ഈ സൈബർ സുരക്ഷ നമ്മളെ എന്തിൽ നിന്നൊക്കെയാണ് ശരിക്കും രക്ഷിക്കുന്നത്? നമുക്ക് ഡിജിറ്റൽ ലോകത്തെ വില്ലന്മാരെ ഒന്ന് പരിചയപ്പെടാം. അതെ, അപ്പൊ ശരിക്കും നമ്മൾ എന്തൊക്കെയാണ് നേരിടുന്നത്? സാധാരണയായിട്ട് നമ്മൾ നേരിടുന്ന കുറച്ച് ഭീഷണികളുണ്ട്. ഒന്ന്, മാൽവെയർ, വൈറസുകളും സ്പൈവെയറും ഒക്കെ ഇതിൽപ്പെടും. പിന്നെ ഫിഷിംഗ്, അതായത് തട്ടിപ്പ് ഇമെയിലുകളും മെസ്സേജുകളും അയച്ച് നമ്മുടെ പാസ്വേഡ് പോലുള്ള വിവരങ്ങൾ ചോർത്തുന്നത്. മറ്റൊന്നാണ് റാൻസംവെയർ, നമ്മുടെ ഫയലുകളൊക്കെ ലോക്ക് ചെയ്തിട്ട് പണം ചോദിക്കുന്ന ഏർപ്പാട്. പിന്നെ ഹാക്കിംഗ്, വെബ്സൈറ്റുകൾ പ്രവർത്തനരഹിതമാക്കുന്ന ഡോസ് അറ്റാക്കുകൾ, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ഇന്ന് ഡിജിറ്റൽ ലോകവുമായി അത്രയേറെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലോകത്ത് നമുക്കെല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായ ഒരു രക്ഷാകവചം തന്നെയാണ് സൈബർ സുരക്ഷ. അപ്പോൾ അവസാനമായി ഒരു ചോദ്യം. നമ്മുടെ ജീവിതം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു മാറ്റത്തിന്റെ വേഗതയ്ക്കൊപ്പമെത്താൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇത് നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്.